ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മളെ ഹോണ്ട ഡിയോ വണ്ടി, അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ടായിട്ട് നമ്മൾ അഴിച്ചാണ് കേട്ടോ. ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ബെയറിങ് കംപ്ലീറ്റ് ആയിട്ട് ആ ഷാഫ്റ്റിൻ്റെ ആ സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ പറഞ്ഞ ഓയിൽ സീലാണ് ലീക്ക് ആയത്. ഈ ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങാണ് മെയിനായിട്ട് പോയിരുന്നത്. അപ്പോൾ നമുക്ക് അഴിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അഴിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ഈ 2 ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങും മാറ്റണം, അതിൻ്റെ ഓയിൽ സീലും മാറണം. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡ് ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ മാറ്റണമുണ്ട്. അതിൻ്റെ ഗ്യാസ്കറ്റ്, ഓയിൽ സീല്, അതായത് ഗിയർ ഓയിൽ, അതടക്കം ഫുള്ളായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. കാരണം അത് അഴിക്കണമെങ്കിൽ നമ്മൾ ബാക്കിലത്തെ ആ ഗിയർ ബോക്സ്, ട്രാൻസ്മിഷൻ സെറ്റ് ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലാണ് നമുക്കത് ബാക്കിയത്തെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ലൈഫ് കിട്ടും. അപ്പോൾ ക്ലിയർ ചെയ്യാനുണ്ട്, ബാക്കിയത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. ഏകദേശം കുറച്ച് ലേറ്റാവും തീരും കേട്ടോ. കാരണം വൈകിയാണ് തീരുള്ളൂ. അത്യാവശ്യം വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഡിലേ ആയിട്ടാണ് തീരുള്ളൂ. കഴിയുന്നതിൻ്റെ അനുസരിച്ച് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ.